ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. വിശുദ്ധ കന്യകമറിയാമിന്റെ നോമ്പ് 12-ാം ദിനം. ഇന്നത്തെ ധ്യാനത്തിന് ആധാരമായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനം 3-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. കുറിവാക്യമായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനം 3-ാം അധ്യായം 1-ാം വാക്യം. കാൺമീൻ, നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് ഇത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. ഇന്നത്തെ ധ്യാനത്തിന്റെ ചിന്താവിഷയം വിഭജിത ലോകത്ത് ദൈവത്തിന്റെ മക്കൾ. യോഹന്നാന്റെ 1-ാം ലേഖനം യേശുവിന്റെ പ്രിയ ശിഷ്യനായ യോഹന്നാനാൽ രചിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. യോഹന്നാന്റെ 1-ാം ലേഖനം എഴുതപ്പെട്ടത് തെറ്റായ ഉപദേശങ്ങളും ആന്തരിക വിഭജനങ്ങളും നേരിടുന്ന സഭയ്ക്കാണ്. ദൈവവുമായുള്ള ബന്ധം, പാപത്തിന്റെ സ്വഭാവം, ക്രിസ്തുവിന്റെ വ്യക്തിത്വം, ക്രിസ്തീയ സമൂഹത്തിൽ സ്നേഹത്തിനുള്ള പ്രാധാന്യം എന്നിവയാണ് ഈ ലേഖനത്തിലൂടെ ലക്ഷ്യമാക്കുന്നത്. ക്രിസ്തുവിൽ നിലനിൽക്കാനും വിശ്വാസ ജീവിതം സത്യസന്ധമായി പുലർത്താനും സുവിശേഷത്തിന്റെ ആധാര തത്വങ്ങളെ നിഷേധിക്കുന്നവരിൽ നിന്നും യഥാർത്ഥ വിശ്വാസികളെ വേർതിരിക്കാനുമുള്ള ആഹ്വാനം കൂടിയാണിത്. യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനം 3-ാം അധ്യായം 1-ാം വാക്യത്തിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നു: കാൺമീൻ, നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. നാം സൃഷ്ടികളോ ദാസന്മാരോ മാത്രമല്ല, മറിച്ച് പരമോന്നതനായ ദൈവത്തിന്റെ മക്കളാണെന്നാണ് ഈ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ഇത് നമ്മുടെ ആഴത്തിലുള്ള തിരിച്ചറിയലിന്റെ പ്രഖ്യാപനവും രൂപാന്തര ജീവിതത്തിലേക്കുള്ള വിളിയും ദൈവസ്നേഹത്തിന്റെ അർത്ഥം അനുഭവിക്കുവാനുള്ള ക്ഷണവുമാണ്. ഈ വചനത്തെ അടിസ്ഥാനമാക്കി 2 ചിന്തകൾ പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നു. ഒന്നാമതായി, ദൈവമക്കളാകുന്നതിന്റെ രൂപാന്തര ശക്തി, ദ ട്രാൻസ്ഫോർമേറ്റീവ് പവർ ഓഫ് ബീയിങ് ഗോഡ്സ് ചിൽഡ്രൻ. യോഹന്നാൻ ഈ ലേഖനം ഒരു ആശ്ചര്യത്തോടു കൂടിയാണ് ആരംഭിക്കുന്നത്. സൃഷ്ടി, വീഴ്ച, വീണ്ടെടുപ്പ് എന്ന മഹത്തായ വിവരണത്തിൽ സ്വന്തം സ്ഥാനം തിരിച്ചറിഞ്ഞാണ് ആദ്യകാല വിശ്വാസികൾ ജീവിച്ചത്. ദൈവമക്കൾ എന്ന് പറയുന്നത് ഒരു പദവിയല്ല, മറിച്ച് ദൈവം ഈ ലോകത്തെയും നമ്മെ പുതുക്കുന്ന പ്രക്രിയയിൽ നമ്മുടേതായ സ്ഥാനം പ്രഖ്യാപിക്കുകയാണ്. വിശ്വാസവും പ്രവൃത്തിയും തിരിച്ചറിയലും നീതിയും യോഹന്നാൻ എല്ലായിടത്തും ബന്ധപ്പെടുത്തുന്നു. ദൈവമക്കളായി നമ്മെ ആക്കിയ സ്നേഹവും നമുക്കായി കാത്തിരിക്കുന്ന മഹത്വവും മനസ്സിലാക്കുമ്പോൾ നാം വിശുദ്ധിയുടെ അനുഭവം പിന്തുടരുന്നു. ചെറിയ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളുമുള്ള ഒരു ചെറിയ ഗ്രാമത്തിൽ നിന്നുള്ളൊരു സാധാരണ പെൺകുട്ടിയായിരുന്നു മറിയം. എന്നാൽ ദൈവസ്നേഹം അവളെ ദൈവപുത്രനെ പ്രസവിക്കുന്നവളാക്കി മാറ്റി. അവളുടെ ജീവിതം രൂപാന്തരപ്പെടുത്തി. ഈ പരിവർത്തനം വളരെ പ്രയാസമുള്ളതായിരുന്നു. കാരണം അത് അവളുടെ സ്വപ്നങ്ങളെ ഉപേക്ഷിച്ച് ദൈവത്തിന്റെ വിളിക്ക് അനുസൃതമായി ജീവിക്കാൻ അവൾ പ്രേരിതയായി. നമ്മുടെ പുത്രത്വം നേടുന്നതിനെക്കുറിച്ചല്ല, മറിച്ച് അതിന്റെ പ്രത്യാഘാതങ്ങൾ അനുഭവിക്കുന്നതിനെക്കുറിച്ചാണ് പറയുന്നത്. ദൈവമക്കൾ എന്ന നമ്മുടെ വ്യക്തിത്വം നമ്മുടെ പിതാവിന്റെ സ്വഭാവം പ്രതിഫലിപ്പിക്കുന്ന ജീവിതം പിന്തുടർന്ന് നയിപ്പാൻ നമ്മെ നിർബന്ധിക്കുന്നു. രണ്ടാമതായി, നമ്മുടെ വ്യക്തിത്വ തിരിച്ചറിയലിന്റെ സാക്ഷാത്കാരം, ദ റിയലൈസേഷൻ ഓഫ് അവർ ഐഡന്റിറ്റി. സാംസ്കാരിക പരിസ്ഥിതി, സാമൂഹിക ഇടപെടലുകൾ തുടങ്ങിയ ബാഹ്യ ഘടകങ്ങളും മറ്റുമാണ് നമ്മുടെ വ്യക്തിത്വത്തെ രൂപപ്പെടുത്തുന്നത്. നാം ബലഹീനരും പാപം ചെയ്യാനുള്ള പ്രവണതയുള്ളവരുമാകിയാൽ നമ്മുടെ സ്വത്വ വ്യക്തിത്വം തിരിച്ചറിയലിന്റെ പ്രാധാന്യത്തെ ഓർമ്മപ്പെടുത്തുന്നു. സ്നേഹത്തിന്റെ അടിസ്ഥാനത്തിലുള്ള നീതി പ്രവർത്തിക്കുന്നതിലൂടെ നമ്മുടെ ദൈവിക വ്യക്തിത്വം കണ്ടെത്താൻ നമുക്ക് സാധിക്കുന്നു. ദൈവിക ജീവിതത്തിന്റെ യഥാർത്ഥ തെളിവ് നമ്മുടെ സ്നേഹത്തിൽ അടിസ്ഥാനമാക്കിയുള്ളവയാണ്. ദൈവത്തോടും സഭയോടുമുള്ള സ്നേഹം, സഹോദരങ്ങളോടും മറ്റുമുള്ള സ്നേഹം ദൈവിക ബന്ധത്തിന്റെ തിരിച്ചറിയലിന്റെ തെളിവാണ്. മറിയയുടെ ജീവിതം സ്നേഹപൂർവമായ പ്രവൃത്തികളുടെ ഉദാഹരണമായിരുന്നു. കാനാവിൽ വിവാഹ വിരുന്നിൽ വീഞ്ഞു തീർന്നപ്പോൾ അതിഥികൾക്ക് വേണ്ടി കരുണയോടെ യേശുവിനോട് ഇടപെടാൻ ആവശ്യപ്പെട്ട മറിയം നമ്മുടെ ഉത്തമ മാതൃകയാണ്. തകർച്ചയിലൂടെ കടന്നുപോകുന്ന ഒരു ജീവിതത്തിലാണ് നാം ജീവിക്കുന്നത്. ചുറ്റുപാടുകളെക്കുറിച്ച് പലപ്പോഴും പരാതി പറയുന്ന ഒരു സമൂഹത്തിലാണ് നാം ആയിരിക്കുന്നത്. പക്ഷേ നമ്മൾ മറിയയെ പോലെ മുന്നേറണം. അവളുടെ ജീവിതം പാപത്താൽ നിർവചിക്കപ്പെട്ടതല്ല, മറിച്ച് ദൈവ ഇഷ്ടം പിന്തുടരുന്നതിലൂടെയും അവളുടെ ചുറ്റുമുള്ളവർക്ക് ദൈവസ്നേഹം പങ്കിടുന്നതിലൂടെയുമാണ്. ദൈവമക്കളുടെ ജീവിതം അപ്രകാരം സാക്ഷാത്കരിക്കപ്പെടേണ്ടതാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവെ, ഞങ്ങളുടെ ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തി ദൈവമക്കളാകുവാനുള്ള അനുഗ്രഹം നൽകണമേ. ഞങ്ങളുടെ യഥാർത്ഥ തിരിച്ചറിയൽ നിന്നിൽ തന്നെയാണെന്ന് മനസ്സിലാക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.